ഹരേ കൃഷ്ണ. ഉം. ഇപ്പം ഈ കാലഘട്ടത്തിലെ ദിവസവും പത്രം എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എന്നും ഒരു വാർത്തയുണ്ടാവും. എന്ത്? ആത്മഹത്യ. ഏ ഭർതൃപീഡനത്തില് യുവതി ആത്മഹത്യ ചെയ്തു. ഇപ്പൊ അത് കൂടുന്നുണ്ട്. എങ്ങനെ? കുട്ടികൾ ഉൾപ്പെടെ. പക്ഷെ തിരിച്ച് ചെയ്യുന്നത് കുറവാണ്. ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോ ഈ ആത്മഹത്യ ചെയ്ത സ്ത്രീയെക്കാട്ടില് അവരിൽ നിന്നുള്ള വിഷമതകൾ ചിലപ്പോൾ ആ പുരുഷൻ അനുഭവിക്കുന്നുണ്ടാവും. ആ പുരുഷനോടുള്ള വാശി കൊണ്ടാണ് അവരെന്ത് ആ കുഞ്ഞിനെയും കൂടെ കൊല്ലുന്നത്. ഏ നീ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട, കുട്ടിയെ കൊണ്ട് നീ ജീവിക്കണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ലോകത്ത് ഏതൊരു മതം എടുത്തു കഴിഞ്ഞാലും എല്ലാ മതത്തിലും ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്. ഏതൊരു രാജ്യത്തെടുത്തു കഴിഞ്ഞാലും ഏറ്റവും വലിയ കുറ്റവുമാണ് ആത്മഹത്യ. പക്ഷേ നമ്മുടെ നാട്ടിലും ഹിന്ദു സമൂഹത്തിലും അതൊരു ഫാഷനായി മാറിയിരിക്കുക ഇപ്പൊ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഒന്നുകിൽ കയറ്, അല്ലെങ്കിൽ ഏതെങ്കിലും കായല്. ഈ രണ്ട് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ടോ ഭരണാധികാരികളും സമൂഹവും എന്താണ് ചെയ്യുന്നത്? അവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യും. ആരെ? ഈ ആത്മഹത്യ ചെയ്തവരെ. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു ടെൻഡൻസി കൂടി വരുന്നത്. ആരെങ്കിലും ഒരു ഭർതൃപീഡനമോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവരെ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യും? ആ ആത്മഹത്യ ചെയ്ത വ്യക്തിയെ മഹത്വവൽക്കരിക്കും. അത് യാതൊരു കാരണവശാലും ചെയ്യരുതാത്ത കാര്യമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈമാണ് അവർ ചെയ്തിരിക്കുന്നത്. അവര് ഏറ്റവും ബുദ്ധിമോശവുമാണ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും വലിയ പാപവുമാണ് ചെയ്തിരിക്കുന്നത്. ഗുരു മഹാരാജിന്റെ അടുത്ത് ഒരിക്കലും ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ഈ വിഷമങ്ങളും പ്രശ്നങ്ങളും വരുന്ന സമയത്ത് ആത്മഹത്യ ഒരു ഓപ്ഷനാക്കി എടുത്തുകൂടെ? അതിനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു, എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി, ഭഗവാൻ നിനക്ക് 82 വയസ്സ് വരെ ആയിരിക്കാം ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്ന സമയം. പക്ഷേ നീ ഈ ഒരു പ്രായത്തിൽ അത് ഇല്ലാതാക്കി കഴിഞ്ഞാല് ഈ 82 വർഷവും എന്തായിട്ട് നടക്കണം? ഭൂതമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതായിട്ട് വരും. ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടത് മാത്രമല്ല, ഈ സമയത്ത് ഏതെങ്കിലും ഒരു ദുരാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് വേർപെടുന്ന ഈ ഒരു വ്യക്തിയും എന്തായിട്ട് മാറും? ദുരാത്മാവായിട്ട് മാറും. അതിന്റെ എല്ലാം ഉപരി നമുക്ക് ശരീരമില്ല, നമ്മുടെ വീട്ടുകാരെ കാണാൻ സാധിക്കും, നാട്ടുകാരെ കാണാൻ സാധിക്കും, നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ വീട്ടിലെ ആൾക്കാരിരുന്ന് കഴിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷെ അപ്പോഴൊന്നും എന്ത് പറ്റും? അന്നേരം ഒന്നും നമുക്കൊന്നും അത് കഴിക്കാനോ എടുക്കാനോ ഒന്നും സംഭവം പറ്റത്തില്ല. ഒരു മുറിയില് നമ്മുടെ കാലും കൈയും കൂട്ടി കെട്ടിയിട്ട് വായ്ക്കകത്ത് എന്തുവാ ടേപ്പ് ഒട്ടിച്ചിട്ടാനുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മുടെ? ഒന്നാലോചിച്ച് നോക്കിയേ. ഇതേ അവസ്ഥയാണ് ആരുടെയും? ഈ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളുടെ. എപ്പോഴെങ്കിലും അവര് പിന്നീട് ഈ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ പറഞ്ഞിരിക്കുന്ന സമയത്തിന് ശേഷം തിരിച്ച് നരകത്തിൽ പോയാലോ? അവിടെയും കിട്ടുക അതിനനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് കിട്ടും. പിന്നെയും ജന്മജന്മാന്തരങ്ങൾ എടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ഒരു മനുഷ്യജന്മം വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനോ പറഞ്ഞ് പഠിപ്പിക്കാനോ എന്തില്ല? നമ്മുടെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരോ ആരും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല, സമയം കണ്ടെത്തുന്നില്ല. ഇത് അറിയുന്ന വ്യക്തികൾ പറഞ്ഞു കൊടുക്കാൻ ചെന്നാലോ?
അവരിട്ട് അത് കേൾക്കാനും തയ്യാറാവില്ല, അത് സ്വീകരിക്കുകയുമില്ല. അതാണ് കഴിഞ്ഞ അതിൽ പറഞ്ഞതുപോലെ, അതിന് നമ്മളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണ് അതിന്റെ തെറ്റുകാരാരാണ്? നമ്മുടെ പൂർവികർ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും. അല്ലേ? അവര് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് എന്ത്, നമുക്കും ഈ അറിവില്ലാത്തത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടുകാരെയും അല്ലെങ്കിൽ നമ്മുടെ മക്കളെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കി വേണം എന്ത്, മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട്. യാതൊരു കാരണവശാലും നമ്മുടെ കുട്ടികൾ ഒരു 10-18 വയസ്സ് വരെ, അല്ലെങ്കിൽ 20 വയസ്സ് വരെ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും, അല്ലേ? കാരണം എന്തുകൊണ്ടാ? നമ്മൾ പൈസ കൊടുത്തെങ്കിലേ അവരുടെ പഠനം നടക്കൂ. നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. നമ്മൾ പൈസ കൊടുത്താലേ അവർക്ക് ഡ്രസ്സ് വാങ്ങാൻ പറ്റൂ. ആ സമയങ്ങളിൽ ഉറപ്പായിട്ട് നമ്മൾ പറയുന്നത് അവർക്ക് അനുസരിച്ചേ പറ്റൂ. അല്ലെ? പല കുടുംബങ്ങളിലും, ഈവൻ ഭക്തരുടെ വീടുകളിൽ പോലും നമ്മൾ കാണുന്നുണ്ട് എന്താ, ഒരു മക്കളെയും ഒരു കുട്ടികളെയും ആരും നിർബന്ധിക്കില്ല ഒന്നിനും. അവരെന്താണോ ചെയ്യുന്നത് ആ വഴിക്ക് അവരെ വിടും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന അവസരം, അല്ലെങ്കിൽ ആ മക്കള് നമ്മുടെ കുട്ടികളായിട്ട് എന്തിനാണ് ജനിച്ചത്? ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നേരായ മാർഗത്തിൽ അവരെ നയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മുടെ മക്കളായിട്ട് അവർ ജനിച്ചത്. മൃഗങ്ങളെ പോലെ ജനിക്കാനോ ജീവിക്കാനോ ആയിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചാൽ മതി അവര്. പിന്നെ അടുത്ത ഒരു കാര്യവും കൂടെ ഉണ്ട്. നമ്മള് ഇതിൽ പെട്ടുപോയി എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ അവരെ നിർബന്ധിക്കാത്തത്. അല്ലേ? നമുക്ക് ഭഗവാനിലോ അല്ലെങ്കിൽ ഇതാണ് ശരിയായ മാർഗം എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മറ്റുള്ളവരെ നിർബന്ധിക്കും. കാരണം എന്താ? എന്റെ മക്കളാണത്, അവരും നല്ല രീതിയിൽ വളരണം, എന്നെ പോലെ ആവണം, ഭഗവാനാണ് ഏറ്റവും വലുത്, ഈ ശാസ്ത്രമാണ് പഠിക്കേണ്ടത് എന്നൊരു ബോധ്യവും ഉറപ്പും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെയും ഉപദേശിക്കും. പക്ഷെ പലയിടത്തും കാണുന്നത് എന്താണ്, ആ ഒരു വഴിക്കോട്ടേ അവര് തിരിഞ്ഞു നോക്കാറില്ല കുട്ടികളുടെ കാര്യത്തില്. ആ ഒരു രീതിയിൽ വരുന്നതിന്റെ എന്താണ് ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്ത്, ഇപ്പോൾ നടന്നു വരുന്ന ഈ ആത്മഹത്യാ പ്രവണതകളും കൊലപാതകങ്ങളും. ഒരു ദിവസം രാവിലെ എന്ന് ചോദിക്കും, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കും. എന്നിട്ട് രാവിലെയാണ് കാണുന്നത് തന്നെ, രാവിലെ ഇഷ്ടമാണെന്ന് പറയും, ഉച്ചയ്ക്ക് എന്നിട്ട് ചോദിക്കും മറുപടി കിട്ടിയില്ല എന്ന്. വൈകുന്നേരം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകിൽ ആസിഡ് എടുത്തെറിയും, അല്ലെങ്കിൽ പെട്രോൾ എടുത്തൊഴിക്കും. പെട്ടെന്ന് പെട്ടെന്ന് കാര്യം നടക്കണം, വെയിറ്റ് ചെയ്യാനോ ഒന്നിനും സമയമില്ല. അപ്പം ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും എല്ലാം തന്നെ ഒരു രീതിയിൽ, അപകടങ്ങൾ ഒരു രീതിയിൽ എല്ലാം ഒരേ ഫലം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകം ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീത 2 എത്ര, 14. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത അഗമപായിനോ ആ നിത്യസ്താം സ്ഥിതിശസ്വ ഭാരത. എന്താണ്? ക്ഷണികങ്ങളായ സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും വരവും പോക്കും എന്തുപോലെയാ? മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെ അത്രേ. അതുണ്ടാവുന്നത് എങ്ങനെയാ? ഇന്ദ്രിയാനുഭൂതിയിൽ നിന്നാണ് അവയുണ്ടാവുന്നത്. ആധ്യാത്മികമല്ല, ഇന്ദ്രിയാനുഭൂതി. അതായത് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടി ഉണ്ടാവുന്നതാണത്. അപ്പം അവയെ അസ്വസ്ഥനാകാതെ എന്ത്, ഒരാൾ പഠിക്കണമെന്നാണ് അർജുനനോട് പറയുന്നത് ഭഗവാൻ. അതായത് സഹിഷ്ണുത ഉണ്ടാവണം. എന്തൊരു ദുഃഖമോ സന്തോഷമോ വന്നാൽ പോലും മനസ്സിലാക്കുക, എന്ത് വേണം? ആ, അത് വരും, അത് പോകും. ദുഃഖം വന്നാലും എന്ത് വേണം? അത് സഹിഷ്ണുത ഉണ്ടാവണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ചൂടുണ്ടെങ്കിൽ എല്ലാ കാലവും ചൂടായിരിക്കത്തില്ല. ഇപ്പൊ മരുഭൂമി എന്നാണ് എന്ത്, ഗൾഫ് കൺട്രീസിന്റെ പേര് തന്നെ.
ആദ്യം വരുന്നവരോ അല്ലെങ്കിൽ ആദ്യം കേൾക്കുന്നവർ ഈ മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും എപ്പോഴും ചൂടായിരിക്കും, അല്ലേ? പക്ഷേങ്കില് 24 മണിക്കൂറും തണുപ്പുള്ള ഒരേ ഒരു സ്ഥലമാണെന്ത്? ഗൾഫ്. കാരണം ചൂടുള്ള സമയത്ത് എ സിക്കകത്തായിരിക്കും എല്ലാവരും, ഏ അതിനും ഒരു സമയമേ ഉള്ളു, ഒരു 6 മാസം. അതിനുശേഷം എന്താണ്, 3-4 മാസം ആ ചൂടിനെക്കാട്ടി വലിയ തണുപ്പാണ് അവിടെ. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ തണുപ്പാണ്. അപ്പം ആ മരുഭൂമിയിൽ പോലും എന്തുണ്ട്? ചൂടും തണുപ്പുമുണ്ട്. അതുപോലെ തന്നെയാണ് എന്ത്, നമ്മുടെ സുഖവും ദുഃഖവും. ദുഃഖം വരുന്ന സമയത്ത് ഒരു ആവേശത്തിന് നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നശിച്ചവിടെ വെച്ച്. പക്ഷേങ്കില് നമ്മളൊന്ന് ക്ഷമിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ എന്താണ്, അതിന് ഒരു സുഖം നമുക്കുണ്ടായി മാറും. പക്ഷെ എന്താണ്, നമ്മൾ സഹിക്കണം, ക്ഷമിക്കണം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല, എങ്കിൽ പോലും എടുത്തു ചാടി അവിവേകം കാണിക്കരുത്. ഇപ്പൊ കല്യാണം കഴിച്ച് പോകുന്ന കുട്ടികളാണെങ്കിലും അവർക്കും എന്താണ്, വീട്ടുകാരെ അറിഞ്ഞും എടുത്തുമൊക്കെയാണ് അവർക്ക് ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. എത്രയോ കുട്ടികൾക്ക് തിരിച്ചു പോരാം ആ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടുകാർക്ക് പോയി വിളിച്ചുകൊണ്ട് വരാൻ. ഒരു വിരോധാഭാസം എന്ന് പറയട്ടെ, ഇതെല്ലാം മിക്കതും നടക്കുന്നത് എന്താണ്, ഞങ്ങളുടെ ജില്ലയിൽ തന്നെ മിക്ക സംഭവങ്ങളും അല്ലേ. ഈ അടുത്ത് 2 എണ്ണം നടന്നതും എന്റെ അടുത്ത് തന്നെ. ഒന്നാമത് വിസ്മയ എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മഹത്യ, അത് എനിക്കറിയാവുന്ന പയ്യന. ഇപ്പൊ റീസെന്റ് എവിടെ നടന്നത്, ദുബായിൽ നടന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്? ഒന്നാണ് പറഞ്ഞത്, സഹിക്കണം, സഹിഷ്ണുത ഉണ്ടാവണം എന്തിനോടും ഏതിനോടും. ഒരാൾ ചീത്ത വിളിച്ചാലും ഒരാൾ നമ്മളെ പുകഴ്ത്തിയാലും ഒരേപോലെ അത് കാണാൻ വേണ്ടി ശ്രമിക്കണം. പുകഴ്ത്തുന്ന സമയത്ത് എന്താണ്, വലിയ ആവേശം കാണിക്കരുത്. അങ്ങനെ ഉണ്ട് എങ്കിൽ ഒരാൾ അദ്ദേഹം നമ്മളെ പുകഴ്ത്താതിരിക്കുന്ന സമയത്തും നമുക്കധികം ദുഃഖമുണ്ടാവുകയില്ല. അപ്പൊ ഈ ഒരു ശ്ലോകത്തില് ഭഗവാൻ അങ്ങനെ പറയുന്നുവെങ്കിലും അത് 20ാമത്തെ ശ്ലോകം അതുകൂടി പഠിച്ചു കഴിഞ്ഞാല് ഉറപ്പായിട്ടും ഒരു വ്യക്തികൾ ഒന്നിനും തുഴയില്ല. കാരണം ന ജായതേ മ്രിയതേ വ കഥാചിന്നായം ഭൂത്വാ ഭവിതാവാന്ന ഭൂയ അജോ നിത്യോ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല. അപ്പം ഒരാവേശത്തിന് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാല് ആ പ്രശ്നം അവിടെ തന്നെ നിൽക്കുകയാണ്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടല്ല അവർ ആത്മഹത്യ ചെയ്യുന്നത്. ആ പ്രശ്നം സ്റ്റിൽ അവിടെ തന്നെയാണ്. എന്തുകൊണ്ടാണ്? ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല. അത് ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാകുന്നുമില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. ഒരൊറ്റ തവണയേ അതുണ്ടാവും, ഭഗവാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നീട് അതിന് മരണവുമില്ല, ഒന്നുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. ശരീരം നശിക്കുമ്പോൾ എന്ത്, നമ്മളെന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഓക്കെ. സുരേഷ് ബാബു അവിടെ ഫോണൊക്കെ അടുത്ത് പിടിച്ച് ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞ് നോക്കുന്നു. അപ്പം ആ സഹിക്കണം. ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സഹിക്കണം. കാരണം എന്താ, ന ജായതേ മൃതയതേ വാ കിതാചിന്നായം ഭൂത്വാ ഭവിതാവാന്ന ഭൂയ അജോ നിത്യോ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരത്തിനെ നശിച്ചാലും എന്ത്, നാം എന്ന് പറയുന്ന വ്യക്തി നശിക്കുന്നില്ല. ആത്മാവിന് ജനന മരണങ്ങളില്ല.
അപ്പൊ നമ്മൾ ചിന്തിക്കണം, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരം തന്ന് നമ്മളെ ഈ ഭൂമിയിലോട്ട് വിട്ടിരിക്കുന്നത്? അതിനാണ് വേദം. വേദം എന്ന് പറയുന്നത് അറിവ്. ആ അറിവ് എന്തിനെ കുറിച്ചുള്ളതാണ്? ഇത്രയും വേദങ്ങളുണ്ട്, അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ വേദം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്നത്? വേദൈശ്യ സർവേർ അഹമേവ്യ വേദ്യോ വേദാന്തകൃത് വേദവിദേഹശാഖം. ആ വേദം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേദേശ്യ സർവേർ അഹമേവ്യ വേദ്യോ. വേദങ്ങളിലൂടെ അറിയേണ്ടത് ആരെയാണ്? എന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അത്രയുള്ളു. സനാതന ധർമ്മത്തിന്റെ അവസാന വാക്ക് ഇത്രയും പുരാണങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വേദേശ്യ സർവേർ അഹമേവ്യ വേദ്യോ വേദാന്തകൃത് വേദവിദേഹചാഹം. ആ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് വേദം അറിയുന്നതും ഭഗവാനാണ്, അത് ഉണ്ടാക്കിയതും ഭഗവാനാണ്, അതെല്ലാം ഭഗവാൻ തന്നെയാണ്. നമ്മൾ എന്തിനെ കുറിച്ചാണ് കൂടുതലും പഠിക്കുന്നത്? കമ്മ്യൂണിസം അല്ലേ? നാട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസവും വായനശാലയില് ഏതോ രാജ്യത്ത് ആരൊക്കെയോ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതി വെച്ചിട്ട് സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ട് വായിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഫേസ്ബുക്കില് കവിതകളും കഥകളും ഇതൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഹും. ഇത് ആർക്കെങ്കിലും ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യമാണ്? ഒരു പ്രയോജനവും ഇല്ലാത്തതാണ്. പിന്നീട് നടക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? ജാതി അധിക്ഷേപം. സവർണര്, മറ്റവര്, അല്ലാത്തവര് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും ഭഗവാൻ ജന്മം കൊണ്ട് ഒരു വ്യക്തി ബ്രാഹ്മണൻ എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ഈ പുരോഗമനവാദികളും അല്ലെങ്കിൽ മറ്റ് ജാതികളെ കുറഞ്ഞു കാണുന്നു എന്ന് പറയുന്നവരും എന്താണ് ചെയ്യേണ്ടത്? ഭഗവത്ഗീത വായിക്കൂ. ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരാണ് ബ്രാഹ്മണൻ. അതാവാൻ ശ്രമിക്കൂ. ആ ഒരു ബ്രാഹ്മണനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. അല്ലാതെ ദിവസവും ബ്രാഹ്മണരെയും ചീത്ത വിളിച്ച് സവർണരെയും ചീത്ത വിളിച്ച് നടക്കാതെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും. നീ എന്നെ ആരൊക്കെ ഇതുകൊണ്ട് ചീത്ത വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രരാ. കലിയുഗത്തിൽ എല്ലാ വ്യക്തികളും ശൂദ്രരാ. പിന്നെ പൈസ ഉള്ളവനും ഇല്ലാത്തവനുമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ ജാതി വ്യവസ്ഥകൾ മാത്രം. ഏതൊരു വ്യക്തിക്കും ബ്രാഹ്മണനാവാം. താഴെ ശൂദ്ര രീതിയിലുള്ള വ്യക്തികൾ എന്താണ് ശ്രമിക്കേണ്ടത്? മേനോനോ നായരോ അല്ലെങ്കിൽ നമ്പ്യാരോ ഒന്നും ആവാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കേണ്ടത്. അങ്ങ് ഏറ്റവും മണ്ടയ്ക്ക് പിടിക്കുക, ബ്രാഹ്മണനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് കാണിച്ചു കൊടുക്കുക, ബ്രാഹ്മണന് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് ബ്രാഹ്മണൻ ജീവിക്കേണ്ടതെന്ന്. അല്ലാതെ കുറെ പാട്ടും ഉണ്ടാക്കി നാട്ടുകാരെയും വീട്ടുകാരെയും മൊത്തവും ചീത്തയും വിളിച്ച് തന്തയ്ക്കും വിളിച്ച് മറ്റു മതക്കാരെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ മറ്റു മതക്കാരെ പൊക്കി നമ്മളെയും താഴ്ത്തി വെച്ച്. കാരണം നമ്മുടെ മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റും. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയല്ലേ സനാതന ധർമ്മം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? അത് നമ്മളാണ് അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരുത്തൻ പറയുന്നുണ്ടായിരുന്നു, കമ്പനിയിൽ എന്റെ കൂടെ ജോലി ചെയ്യും, ഇന്ത്യക്കാര് അവരെപ്പോ നോക്കിയാലും ആത്മഹത്യ ചെയ്യാൻ. അവിടെയാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ടായത്? ഇതൊക്കെ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ മൂലം കേരളത്തിലെ പഠനങ്ങളും കാര്യങ്ങളും ഇതേപോലൊക്കെ തന്നെ പോവുകയുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു അപകർഷതാബോധം ഒരിക്കലും ഉണ്ടാവരുത്. കാരണം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന വർണ്ണങ്ങൾ എന്താണ്? ചാതുർവർണ്ണ്യം മയാസിഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ത് ഭഗവാൻ നാല് വർണ്ണങ്ങളെ തിരിച്ചിരിക്കുന്നത്. അല്ല ഭഗവാൻ നമ്മൾ ഈ കാണുന്ന ജാതി ഒന്നും ഭഗവാൻ തിരിച്ചില്ല. അപ്പം ആ ഗുണം ആർക്കുണ്ടോ അവൻ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ആ നിലയിലേക്ക് പോകും. ഏതൊരുത്തനാണോ ആ ഗുണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത്. ആ ഗുണമുണ്ടാകണം.
പല്ലും തേക്കാതെ തലമുടിയും വെട്ടാതെ കുളിക്കാതെ പാട്ടും പാടി അതിലേ ഇതിലേ നടന്ന് നാട്ടുകാരെയും ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ബ്രാഹ്മണനെ വേറെ ആരെങ്കിലും ചീത്ത വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എടേ, നീ ഒരു ദിവസമെങ്കിലും കുളി, അല്ലെങ്കിൽ മര്യാദക്കൊന്നും തലമുടിയെങ്കിലും വെട്ട്, എന്നിട്ട് ചീത്ത വിളി. മനുഷ്യന്റേതായിട്ടുള്ള ഒരു ഗുണവും കാണിക്കാതെയാണ് ഈ നടക്കുന്നത് കഞ്ചാവ് അടിച്ച്. മനുഷ്യന്റെ ഗുണമെങ്കിലും കാണിയില്ല. മൃഗങ്ങളാണെന്ത് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നത്. ഏറ്റവും വലിയ ഒരു സങ്കടം തോന്നിയ ഒരു കാര്യമാണ് എന്ത്, എനിവേ നമ്മളെ അറിയുന്നവരെയും നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ മക്കളെയും പറഞ്ഞ് മനസ്സിലാക്കുക, ആത്മഹത്യ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പാപമാണ്. ഈ സുഖവും ദുഃഖവും വന്നു പോയിക്കൊണ്ടേയിരിക്കും. ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല. ഇവൻ ഭഗവാൻ പോലും അതിന് ശ്രമിക്കില്ല, ഭഗവാനും ചെയ്യില്ല. എന്തുകൊണ്ടാ? ഭഗവാന്റെ അംശമാണത്. ഒരിക്കലും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നാശമില്ല. ആൾക്കാർ പറയത്തില്ല അവിടെ പോയി ലയിക്കാം. എവിടാ ലയിക്കുന്നത്? ഇന്നലെ ഒരു വിവരദോഷി ഇരുന്ന് പറയുന്നത് എന്ത്, ഗുരുവായൂർ കണ്ടില്ലേ കൃഷ്ണൻ, ഗുരുവായൂർ, ഗുരുവാണ് കൃഷ്ണൻ, ഭഗവാനല്ല. അപ്പൊ നമ്മൾ അങ്ങനെ വേണം ഗുരുവിനെ കാണാനെന്ന്. അവനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള പുള്ളിക്കാരന്. പേര് മറന്നു, ഒരു മീശ പഠിച്ച് സന്ദീപാനന്ദഗിരി അല്ലല്ലോ, വേറെ എന്ത് പുള്ളിയുടെ പേര്, എന്തോ ഇച്ചിരി ശകലം വണ്ണ. ഉദിച്ചൈതന്യ, ഗുരുവായൂർ. ചിരിച്ച് പുള്ളിയുടെ ആ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാ പുള്ളി പുള്ളി അന്ന് ഉണ്ടായിരുന്ന രീതിയിലാണ് ആ പറച്ചിലൊക്കെ. ഗുരുവായൂർ എന്തോ ഗുരു, കൃഷ്ണൻ ഗുരു. നമ്മളൊക്കെ പിന്നെ ഈ ആവേശം ഒക്കെ ഇങ്ങനെയൊക്കെ തീർക്കാൻ പറ്റത്തുള്ളൂ. ഇവരെ ആരും നമ്മൾ കാണുന്നില്ല. അതിന് കൈയടിക്കാൻ ആൾക്കാര്, അയ്യോ അങ്ങനെ ആയിരുന്നോ എന്നും പറഞ്ഞ് നോക്കാൻ കുറെ ആൾക്കാര്. ശരിക്കും എന്താണെന്ന് പോലും അറിയാതെയാണ്. ആ പുള്ളിക്കാരനാണ് ഒരിക്കൽ ചെന്ന് പറഞ്ഞത്, ക്ഷേത്രത്തില് ക്യൂ നിന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനായി ക്യൂ നിൽക്കുന്നേ, നിങ്ങൾ തന്നെയല്ലേ ദൈവം. അതോടുകൂടി പുള്ളി ആ കോമ്പൗണ്ടിൽ കയറ്റില്ല ഗുരുവായൂര്. പുറത്താണ് പുള്ളി ഇപ്പൊ സപ്താഹമൊക്കെ നടത്തുന്നത്. കാരണം ഇവർക്കൊക്കെ ഭഗവാനെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് പൈസയ്ക്കും പ്രശസ്തിക്കും വേണ്ടി. കാരണം വേറെ ഒരു ദൈവങ്ങളും ലീലകളും കാര്യങ്ങളും ഒന്നുമില്ല ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്. ബാല്യലീലകളായാലും എല്ലാം തന്നെ. ഇതാകുമ്പം എല്ലാം ഇതിനകത്തുണ്ട്. കുറച്ച് മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആഹാ, എല്ലാ പരിപാടിയും ഒക്കെ. എന്നാൽ ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരിക്കലുമില്ല. അതേപോലെ തന്നെയാണ് പുള്ളിയുടെ കൂട്ടത്തിലുള്ള വേറൊരു കക്ഷി ഒരിക്കൽ പറഞ്ഞു, ഇറച്ചി മീനും അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാ നിങ്ങൾ കഴിക്കുന്നുണ്ടോ? ഞാൻ കഴിക്കുന്നില്ല. എടേ, എന്നാ നീ എന്താ കഴിക്കാത്തെ? നീ കൂടെ കഴിച്ചുകൂടെ കുഴപ്പമില്ല എങ്കിൽ? കാരണം എന്താ? ഫോളോവേഴ്സ് കുറയും. ഇവരുടെ ഒന്നും ലക്ഷ്യം നമ്മുടെ ആത്മീയ പുരോഗതിയോ നമ്മുടെ ഉന്നമനമോ ഒന്നുമല്ല. നമ്മുടെ ഉന്നമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചിന്തിക്കുക, ഭഗവാന്റെ അംശമാണ് നമ്മള്. നമ്മൾ തിരിച്ച് ഭഗവാന്റെ അടുത്തോട്ട് പോകേണ്ട വ്യക്തികളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സഹിക്കണം, ക്ഷമിക്കണം. സഹിഷ്ണുത എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ കാര്യമാണ്. നമുക്ക് സഹിഷ്ണുത എന്ന് പറയുന്നത് ഇല്ല, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അല്ലേ വെട്ടും കുത്തുക. ഇപ്പം ഭഗവാൻ ഒരു കഥയുണ്ട്, ഭൃഗുമുനിയുടെ കഥയാണ് അല്ലേ. ഈ സരസ്വതി നദിയുടെ തീരത്ത് ഋഷിവര്യന്മാരെല്ലാം കൂടെ ഒരു വലിയ സമ്മേളനം നടത്തും യജ്ഞത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവരെല്ലാം കൂടെ കൂടി ഭൃഗുമുനിയുടെ അടുത്ത് പറയും, അവിടെ കൂടിയിരിക്കുന്ന മറ്റ് എല്ലാവരും കൂടിയിട്ട് ഋഷിവര്യന്മാരെല്ലാം കൂടെ പറയും,
ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഈ മൂന്ന് പേരില് ആരാണ് ഉത്തമൻ എന്ന് ചോദിക്കും. അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യും? ഇദ്ദേഹം ആദ്യം ബ്രഹ്മാവിന്റെ അടുത്ത് ചെല്ലും. ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നിട്ട് അടി കിട്ടുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാവോ ആ രീതിയിലെല്ലാം ബ്രഹ്മാവിനെ ആക്ഷേപിക്കും. ബ്രഹ്മാവ് ദേഷ്യം വന്നിട്ടും ഒന്നും ചെയ്യില്ല. കാരണം എന്താ? സ്വന്തം മോനാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദേഷ്യമൊക്കെ കടിച്ചമർത്തും. അങ്ങനെ അവിടുന്ന് അദ്ദേഹം എവിടെ ചെല്ലും? മഹാദേവന്റെ അടുത്ത് ചെല്ലും. അവിടെ ചെന്നിട്ട് മഹാദേവനോട് പറയും, നിങ്ങളെ കാണാൻ ആര് വരും? ഏ ഇങ്ങനെ വെറുതെ തലയോട്ടിയൊക്കെ കഴുത്തേലിട്ട് അടുത്തോട്ട് വന്നിട്ട് നാറ്റം കൊണ്ട് അടുത്തോട്ട് വരാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന സമയത്ത് മഹാദേവൻ ചാടി ഇറങ്ങും തകർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാർവതി ദേവി പിടിച്ചു നിർത്തും, ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീണ്ടും പുള്ളിയോടെ പോകും. മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെല്ലും. മഹാവിഷ്ണുവിന്റെ അവിടെ ചെല്ലുന്ന സമയത്ത് മൈൻഡ് ചെയ്യാതിരിക്കോ എന്തോ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ചവിട്ട് കൊടുക്കും ഭഗവാന്റെ നെഞ്ചത്ത്. ഭഗവാന്റെ നെഞ്ചത്ത് ചവിട്ടുന്ന മാത്രയിൽ ഭഗവാൻ എന്ത് പറയും? അയ്യോ, ഇത്രയും വലിയൊരു ഭക്തനായിട്ടുള്ള അങ്ങ് വന്ന് എന്റെ അടുത്ത് വന്നത് ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അങ്ങയുടെ കാലിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കും. എന്റെ ഹൃദയം അത്രമാത്രം കട്ടിയുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങ് വന്നിട്ട് പോലും ഞാൻ ശ്രദ്ധിക്കാതിരുന്നത്. അങ്ങയുടെ കാലിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ അതാണെന്ത്? സഹിഷ്ണുത എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറയും, ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോഴാണ് പറയുന്നത് ഭഗവാനാണ് ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത്, സത്വഗുണത്തിലുള്ളത്. അതേപോലെ തന്നെയാണ് ആര്? വിതുരര്. വിതുരരെ അത്രമാത്രം ആക്ഷേപമാണ് ആര് നടത്തുന്നത്? ദുര്യോധനൻ നടത്തുന്നത്, അല്ലേ? ആ അമ്മയുടെ കുലം വരെ പറഞ്ഞിട്ടാണ് ആക്ഷേപിക്കുന്നത്. എന്നിട്ട് വിതുരർ എന്താണ് ചെയ്തത്? വിതുരര് പ്രതികാരവും ചെയ്തില്ല, ആരോടും പരാതിയും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. വിതുരര് നേരെ എവിടെ പോയി? തീർത്ഥാടനത്തിന് പോയി. തീർത്ഥാടനത്തിന് പോയി എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് എവിടെ? യമുനാ തീരത്ത് വെച്ചിട്ട് ഉദ്ധവരെയും മൈത്രേയനെയും കണ്ടുമുട്ടുന്നത്. ആ സമയത്തേക്ക് കുരുക്ഷേത്ര ഇതെല്ലാം കഴിഞ്ഞ് കൗരവരെ എല്ലാം യാത്രയാക്കിയ സമയം. അപ്പം ആ ഉദ്ധവര് പോലും എന്താ, സോറി, അദ്ദേഹം പോലും എന്താണ് ചെയ്തത്? അത്രയും ആക്ഷേപം കിട്ടിയ സമയത്തും എന്തിനു വേണ്ടിയിട്ട് ആ സമയം ചെലവഴിച്ചത്? ആ തീർത്ഥാടന കേന്ദ്രത്തില് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടാണ് സമയം ചെലവഴിച്ചത്. നമ്മളും ആക്ഷേപങ്ങൾ എന്ത് വന്നാലും എവിടെയാണ് അഭയം പ്രാപിക്കേണ്ടത്? ഭഗവാനിലാണ് അഭയം പ്രാപിക്കേണ്ടത്. അല്ലാതെ ഒരു ആവേശത്തിന് എടുത്തു ചാടി ഒന്നും ചെയ്യുകയല്ല വേണ്ടത്. ആ ഭഗവാൻ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാവൂ. വേറെ ഒരു മനുഷ്യരും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുകയില്ല. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും ദുർഗന്ധമുള്ള ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോകുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഓടുവോ? ഇല്ല. കാരണം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെയാണ് ജീവിതവും. ജീവിതത്തിലും പല ദുർഗന്ധങ്ങളും വന്നു വമിക്കാം. എങ്കിലും അതിനെല്ലാം സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിലേ ആ ലക്ഷ്യപ്രാപ്തിയിൽ നമ്മളെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. എന്ത്? ആത്മാവിന് ജനന മരണങ്ങളില്ല. ശരീരം നശിക്കുമ്പോൾ അത് നശിക്കുകയില്ല. അതുകൊണ്ട് എന്താണ് ആത്മഹത്യ എന്ന് പറയുന്ന പ്രവണത? അത് ഒരു പരിഹാരവുമല്ല. അത് നമ്മളെ വീണ്ടും നാശത്തിലേക്കാണ് നയിക്കുന്നത്. വീണ്ടും വലിയ നാശമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ആ ബന്ധുമിത്രാദികളും മറ്റും എല്ലാവരും എന്തോരം വിഷമത്തിലാക്കിയിട്ടാണ് ആ ഒരു പോക്കും പോകുന്നത്. എത്ര പേരാണ് അതിന്റെ പുറകിൽ കടന്ന് നരകിക്കേണ്ടി വരുന്നത്? ഇതൊന്നും ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം എന്ത് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതെല്ലാം വരുന്നത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്. ഈ ആ, പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ആരെങ്കിലും ആരുടെടുത്തെങ്കിലും ചെന്ന് പറയുകയാണ്, എനിക്ക് ഇത്രയും പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും ഒന്നും മൈൻഡ് ചെയ്യുന്ന വരില്ല.
പക്ഷേ ഈ പൈസയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് പിറ്റേന്ന് തൊട്ട് ആൾക്കാർ എന്തായിരിക്കും പറയുന്നത്? അവൻ ഒരു ചോദ്യം എന്നോട് ചോദിച്ചുകൂടായിരുന്നു എന്ന്. ചോദിച്ചാ കൊടുക്കൂ? അവിടെ കൊടുക്കാൻ. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ അതിന് പരിഹാരം കാണും. എന്ത് പരിഹാരം കാണാൻ? ഒരു പരിഹാരവും ആരും കാണില്ല. ആരും 5 പൈസ കൊടുത്ത് സഹായിക്കുകയുമില്ല. ഇതെല്ലാം മുതലാക്കുന്ന ഒരു സമൂഹമുണ്ട്. നമ്മുടെ കർമ്മഫലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം. ആ ഒരു ചിന്ത എപ്പോഴും ഉള്ളത് നല്ലതാണ്, ശരിയാണ്. നമ്മുടെ പൂർവ്വജന്മങ്ങളുടെ കർമ്മഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, എന്തൊക്കെ സന്തോഷങ്ങൾ അനുഭവിക്കുന്നു, എല്ലാം അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. പക്ഷെ എന്ന് കരുതി നമ്മൾ അവരെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വിടരുത്. ഒരു വ്യക്തി അത് അറിയുകയാണ് എങ്കിൽ അവരെ കൈപിടിച്ചുയർത്തണം. അല്ലാതെ അത് അവന്റെ കർമ്മഫലമാണ്, അവൻ ഈ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്തതുകൊണ്ടാണ് അവൻ ഇത് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോരുകയല്ല വേണ്ടത്. എന്തിനുള്ള ചോദ്യവും എന്തിനുള്ള ഉത്തരവും ഉള്ള ഒരേ ഒരു സംഗതിയാണെന്ത്? ഭഗവത്ഗീത എന്ന് പറയുന്നത്. ആ ഭഗവത്ഗീതയിൽ ഇല്ലാത്ത പരിഹാരങ്ങള് ഒന്നിനുമില്ല. എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് ഭഗവത്ഗീതയിൽ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണിത്. എന്ത്? സഹിക്കണം. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത. കൗന്ദേയ, കുന്തിപുത്ര, എന്താണ്? ക്ഷണികങ്ങളായിട്ടുള്ള സുഖദുഃഖങ്ങളുടെ വരവും പോക്കും എന്തിനെ പോലെയാണ്? വേനൽക്കാലത്തിന്റെയും ഏ ഈ ചൂടും തണുപ്പും മാറി വരുന്നത് പോലെ തന്നെയാണ് സുഖവും ദുഃഖവും. അതിനെ ഒരാള് സഹിക്കാൻ പഠിക്കണമെന്നാണ് പറയുന്നത്. എങ്കിലേ ആ ഉയർച്ച ഉണ്ടാവൂ. സഹിക്കണം. ഭഗവാൻ എങ്ങും പറയുന്നില്ല നിങ്ങൾ സഹിക്കാതെ പോയി കിണറ്റിൽ ചാടിക്കോളാൻ, അല്ലെങ്കിൽ 2 മുഴം കയറ് മേടിച്ചുകൊണ്ട് വരാൻ ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറയുന്നതാണ് സഹിക്കണം. സഹിച്ച ആ ജീവിതം തീർക്കണം. അതുകൊണ്ടാണ് അവസാനം എന്ത് പറയുന്നത്? സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. എന്നെ ശരണം പ്രാപിക്കൂ, ഞാൻ നിന്നെ രക്ഷിക്കാം. ഇല്ലാതെ യാതൊരുവിധ പരിഹാരങ്ങളും നമ്മളെ കൊണ്ട് ഒരു പരിഹാരവും നടക്കില്ല, ഒന്നിനും. പിന്നെ ഒന്നുകൂടെ ചിന്തിക്കുക, ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ശരീരം ഉപേക്ഷിക്കാം, അല്ലേ? അത് ഭഗവാന്റെ നിശ്ചയം. ഏത് നിമിഷം, ഇപ്പൊ വേണോ, നാളെ വേണോ, എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞ് നമുക്ക് പോകാം. അപ്പൊ ആ ഉള്ള സമയം എന്ത് വേണം? ഭഗവാന്റെ സ്മരണയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. ആ കയറ് മനുഷ്യനുണ്ടാക്കിയതാണ്. ആ കയറ് നമ്മളെ രക്ഷിക്കത്തില്ല, അത് മാത്രം ചിന്തിച്ചാൽ മതി. തൂങ്ങിച്ചാവാൻ മേടിക്കുന്ന കയറ് മനുഷ്യനുണ്ടാക്കിയതാ, ഭഗവാൻ ഉണ്ടാക്കിയതല്ല. എന്തോരം പാപം അവരും ചെയ്തു കൂട്ടുന്നു, എന്തോരം പാവം. അതെന്താണ്? ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. ശരിയായിട്ടുള്ള നോളജ്, എന്താണ് ശാസ്ത്രം, എന്താണ് മനുഷ്യൻ, എന്താണ് ജീവിതം, ഞാൻ ആരാണ്, ഇതൊന്നും അറിയാതെയാണെന്ത് ആ ജീവിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണെന്ത് ഈ വന്ന് ഭവിക്കുന്നതും. പെട്ടെന്നുള്ള ആവേശത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നതും. എനിവേ, ആർക്കും അങ്ങനെയുള്ള ഒരു, എന്താ പറയാ, ഒരു സന്ദർഭം ഉണ്ടാവാതിരിക്കട്ടെ. ഈവൻ കുന്തി ദേവി ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തിയാണ് അവരാ 5 മക്കളെയും കൊണ്ട്, അല്ലേ, ലോകമായ ലോകം മൊത്തവും നടന്നവര്. ദ്രൗപദി എന്തെല്ലാം ആക്ഷേപം കേട്ടവര്. അവരൊക്കെ നമുക്കൊക്കെ മാതൃകയാ. എന്തുകൊണ്ടാണ് അത്രയൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോഴും അവരുടെ കൂടെ ഭഗവാനുണ്ട്, ആ സ്മരണയിലാണ് അവർ നടന്നത്. അവരൊരിക്കലും മരണത്തെക്കുറിച്ച്
ചിന്തിച്ചിട്ടേ ഇല്ല. എപ്പോഴും ചിന്തിക്കുക, ആൾക്കാരോട് പറയുക, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല, അത് നമ്മളെ വീണ്ടും നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. കാരണം ആ പ്രശ്നം അവിടെ തന്നെ നിർത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങും പോകുന്നില്ല. അവിടെ തന്നെ ആ കുടുംബത്തെ ചുറ്റിപ്പറ്റി തന്നെ നമ്മളുണ്ടാവും. എത്ര വയസ്സ് വരെയാണോ നമുക്ക് ഭഗവാൻ അനുവദിച്ചിരിക്കുന്ന ആയുസ്, അത്രയും ആയുസ്സും നമ്മൾ ഈ ഭൂമിയിൽ കഴിഞ്ഞേ പറ്റൂ. അതിനുശേഷമേ നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ആത്മഹത്യ ചെയ്യുന്നവർ ഒരിക്കലും സ്വർഗത്തിൽ പോവില്ല. ഏറ്റവും നരകമെന്ന് പറയുന്ന ഏറ്റവും നശിച്ച ലോകം. ആ നരകത്തിലും ഏറ്റവും നശിച്ച ലോകത്തേക്കായിരിക്കും ആര് പോകുന്നത്? ഈ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി പോകുന്നത്. അതും എന്ന്? ആ പറയുന്ന ആയുസ് കഴിയുന്നോടം വരെ ആ ചുറ്റുവട്ടത്ത് കറങ്ങി തിരിഞ്ഞേ പറ്റൂ. പിന്നെ എപ്പോഴാണ് ഇവർ ഈ ശല്യം ഉണ്ടാക്കി തുടങ്ങുന്നത്? ഈ ദുരാത്മാക്കളുമായിട്ട് സംഘം ചേർന്ന് കഴിയുമ്പോഴാണെന്ത് ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ ഒന്നുകൂടെ ചിന്തിക്കുക, ഈ ഇതിന് ആത്മഹത്യ ചെയ്തവരെ നമുക്ക് കാണാൻ പറ്റില്ല. അവർ രാത്രി വെള്ള സാരി ഉടുത്തോണ്ട് വരില്ല. അവർക്കൊരു രൂപം എടുക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി കൊണ്ട് വേറെ ആരുടെയെങ്കിലും ശരീരത്തിൽ കയറാം. അതും കാലങ്ങൾ കഴിഞ്ഞിട്ട്. ആ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അല്ലാതെ അവരെ നമുക്ക് കാണാൻ പറ്റില്ല. അവർ വെള്ള സാരി ഉടുത്തോണ്ട് വരില്ല. ഒന്നും ചെയ്യില്ല. അപ്പൊ അതൊക്കെ ദുരിതമല്ലേ? നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മഹത്യക്ക് ശേഷം കയ്യും കാലും നമ്മളെ കെട്ടി ഒരു മുറിയിലിട്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ? ആ അവസ്ഥയാണ് ആത്മഹത്യ ചെയ്തവർക്കുള്ള അവസ്ഥ. വീട്ടുകാർ ഇഷ്ടപ്പെട്ട ചിക്കനും മട്ടനും ഒക്കെ അടിച്ചു കേടുന്നതൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കാം. വാ തുറക്കാൻ പറ്റുമോ? രുചിക്കാൻ പറ്റുമോ? കഴിക്കാൻ കൈയുണ്ടോ? എടുക്കാൻ കൈയുണ്ടോ? ഓടിപ്പോകാൻ കാണുണ്ടോ? ഇല്ല. ഒന്നുമില്ല. അത്രമാത്രം വെപ്രാളവാ. ആലോചിച്ച് നോക്കിയേ ആ ഒരവസ്ഥ. ഈ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. എന്ത് നാണക്കേടായാലും എന്ത് മാനക്കേടായാലും ഒരാഴ്ച കഴിയുമ്പോഴത്തെ എല്ലാവരും മറക്കത്തില്ലേ? എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ദിവസവും അവര് ഒരെണ്ണം കിട്ടും. നമ്മുടെ നാട്ടിലായാലും അങ്ങനെ തന്നെയാണ്. അയൽക്കൂട്ടങ്ങളിലായാലും അല്ലേ? ഏതെങ്കിലും ഒരു സ്ത്രീയുടെ വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച ഓടും. പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ അവരെ മാറ്റി വെച്ചിട്ട് ആരെക്കുറിച്ചാണോ പറഞ്ഞേ അവരെയും കൂടെ പിടിച്ചിരുത്തിയിട്ട് മറ്റവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് ശരിയല്ലേ? അത് അത്രയേ ഉള്ളൂ സംഗതി. അതേപോണക്കാണ് പത്രക്കാരും. എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് ഈ സിനിമാ നടിമാരും നടന്മാരും ഒക്കെ കേൾക്കുന്നത്. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എത്രയോ കല്യാണം അവർ കഴിക്കുന്നത്. ദിവസവും കല്യാണം കഴിക്കാൻ അവർ റെഡിയാ. ഇതൊന്നും ബാധിക്കുന്ന കാര്യമാണ്. സാധാരണക്കാരെയാണ് ഇതൊക്കെ ബാധിക്കുന്നത്. അപ്പൊ അവർക്കറിയാം അവരെ എല്ലാവരും ഉയർത്തിക്കൊണ്ട് നടക്കുന്നില്ലേ. ഇന്ന് കഴിഞ്ഞ് ഇന്നത്തെ പ്രശ്നം എന്ത്? നാളെ ഇതും ചിലപ്പോൾ നല്ലതായിട്ട് മാറും. അതുമാതിരിയാണ് നമ്മളും. ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകണം. ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ കാര്യങ്ങളും നോക്കി ഭഗവാന്റെ ശരണാഗതി പ്രാപിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്കുണ്ടാവില്ല. ആ ഒരു സത്വ ഗുണത്തിലേക്ക് നമ്മൾ ഉയരണമെന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, അപകർഷതാബോധം വെച്ചിട്ട് ഞാൻ ശൂദ്രനായിട്ടാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഞാൻ വേറെ ആളായിട്ട് ജനിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രരാണ്. ജാതി നമ്മൾ ഉണ്ടാക്കിയ വ്യവസ്ഥയാണ്. നമ്മൾ എന്താണ് ആവേണ്ടത്? നമ്മള് ഒരു ബ്രാഹ്മണനെയോ അല്ലെങ്കിൽ ഒരു വൈഷ്ണവനെയോ കണ്ടിട്ട് അസൂയ ഉണ്ടാവുകയല്ല വേണ്ടത്, അല്ലെ അവരെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. നമ്മളും ആ നിലയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അതിനാണ് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്.
ആ ഒരു ഗുണത്തിലേക്ക് നമ്മൾ എത്തണം. അല്ലാതെ അവരെ ചീത്ത വിളിച്ചിട്ട് നടക്കുകയല്ല നമ്മൾ വേണ്ടത്. അങ്ങനെയുള്ളവരെ ചീത്ത വിളിക്കുന്നവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യരുത്. നമുക്കും പറ്റും. ലോകത്ത് ആർക്കാണ് പറ്റാതിരിക്കുന്നത്? എല്ലാവർക്കും പറ്റും. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് യാതൊന്നുമില്ല. ഓരോ വ്യക്തിയും ആരാവണം? ബ്രാഹ്മണനാവണം. അതിലുപരി ഒരു വൈഷ്ണവനാവണം. ആ ഒരു സത്വഗുണത്തിലേക്ക് നമ്മൾ ഉയരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത്, ഈ ശാസ്ത്രങ്ങൾ മൊത്തം അതിനു വേണ്ടിയിട്ടാ. വേദമായിക്കോട്ടെ, ഈ വേദത്തിന്റെ ഈ 4 വേദങ്ങളിൽ ഉള്ളതാണ് എന്ത്? ആ വേദങ്ങളിൽ നിന്ന് ബാക്കി വന്നതാണ് ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ തന്നെ. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, പുരുഷാർത്ഥം നേടാൻ വേണ്ടിയിട്ട്, അല്ലേ, ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത്, ആദ്യപടിയായിട്ട് ഈ നാമം ജപിക്കണം എന്ന് പറയുന്നത്. ഈവൻ നാമജപം പോലും ഭഗവാനാണ് കൊണ്ടുതന്നത്. ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ അവതരിച്ചതാണ് ചൈതന്യ മഹാപ്രഭു. എല്ലാ പുരാണവും വേദങ്ങളിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും അംഗീകരിക്കാൻ ആൾക്കാർക്ക് മടിയാണ്. മഹാപ്രഭു ജനിച്ചതിന് മുന്നേ ഉള്ളതാണ് ഈ വേദങ്ങളും എല്ലാം തന്നെ. അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ആര്? മഹാപ്രഭുവിനെ കുറിച്ച്. ആ മഹാപ്രഭു വന്നിട്ടാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന്. നമ്മളതാണ് ചെയ്യുന്നത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് മഹാപ്രഭു ജനിച്ചത്. എന്നിട്ടാണ് മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്നു നൽകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധാരണ വ്യക്തിയായിരുന്നു, ചിന്തിച്ചൂടെ? ഞാൻ ബ്രാഹ്മണൻ, മറ്റവന് ബ്രാഹ്മണനാവേണ്ട ആവശ്യമില്ല, അല്ലേ? എനിക്ക് മാത്രം മതിയല്ല. പക്ഷെ അദ്ദേഹം ഭഗവാനായിട്ട് ആ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. നമുക്ക് വേണ്ടിയിട്ട് എന്താണോ എളുപ്പത്തില് ആത്മസാക്ഷാത്കാരം, മോക്ഷം കിട്ടേണ്ടത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം നമ്മളെ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നു. ഒരിക്കലും നമുക്ക് ഒരു വ്യക്തികൾക്ക് അപകർഷതാബോധം ഉണ്ടാവേണ്ട ആവശ്യമേ ഇല്ല. നമുക്കും പറ്റും. നമ്മൾ വലിയ പൈസക്കാരനാവാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ ഇത്രയും പേരെ ഉള്ളതുകൊണ്ടല്ലേ. വേറെ ആരെങ്കിലും ആണെങ്കിൽ നാളെ മുതൽ എനിക്ക് പൊങ്കാലയായനെ ഇതിന്. അല്ലേ? സുരേഷ് ഗോപി ഒരു ഇതിൽ പറഞ്ഞില്ലേ, അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കണം. പുള്ളി എന്തുദ്ദേശിച്ചാ പറഞ്ഞെന്ന് അറിയത്തില്ല. പക്ഷെ എങ്കിൽ പോലും സത്വഗുണത്തിൽ ജീവിക്കുക, അതാണ് ഏറ്റവും വലുത്. ഏത് കുടുംബത്തിലോ ഏത് കുലത്തിലോ ജനിച്ചാലും സത്വഗുണത്തില് ജീവിക്കുക. എങ്കിലേ നമുക്ക് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വന്നു ചേരുകയുള്ളൂ. ഇവൻ നമ്മളൊരു കുടിലിലായിരിക്കാം ജീവിക്കുന്നത്, ഒരു കുടിലേ ഉള്ളായിരിക്കാം, അല്ലെങ്കിൽ വാടക വീട്ടിലാവാം. എങ്കിൽ പോലും എന്താണ്, നമ്മുടെ കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി എങ്ങാണ്, സത്വഗുണത്തിലുള്ള ജീവിതമായിരിക്കണം. ആണ് ഇത്രയും ചിന്തിച്ചാൽ മതി. ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചു. ഭഗവാൻ വേദങ്ങളും എല്ലാം അതിനു മുമ്പേ തന്നു. സൃഷ്ടിച്ച ഉടനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്താണ്, ശാസ്ത്രത്തെ കുറിച്ച് അറിയണമെന്നില്ല. ഉണ്ടോ? ഇല്ല. അത് പോകെ പോകെ പഠിച്ചാണ് വരുന്നത്. അതേപോലെയാണ് നമ്മളും. ജനിച്ച ഉടനെ തന്നെ നമ്മൾ ആരാ, വലിയ ഭക്തനോ അല്ലെങ്കിൽ സത്വഗുണത്തിലോ ആയിരിക്കണം എന്നില്ല. നമ്മൾ ഈ ശാസ്ത്രങ്ങളിലൂടെ അറിവ് നേടി 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 അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത്, ആ ഒരു ഗുണത്തിലേക്ക് എത്തുന്നത്. പിന്നീട് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണ്? നമ്മുടെ മക്കൾക്ക്, അല്ലേ? അപ്പൊ അവരാ ജനിക്കുമ്പം തന്നെ അവരതുമായിട്ട് ക്യാരി ചെയ്ത് മുന്നോട്ട് പോകും. എനിവേ, എല്ലാവരും ആരെ ആരാധിക്കുക? ഭഗവാനെ ആരാധിക്കുക. രാഷ്ട്രീയക്കാരെയും പാട്ടുകാരനെയോ പാട്ടുകാരിയെ അല്ല ആരാധിക്കേണ്ടത്. അവര് അവരുടെ ജീവിതമാർഗമാണ്. അവർക്ക് അതിലൂടെ 1 ലക്ഷങ്ങൾ അവർ സമ്പാദിക്കുന്നുണ്ട്. 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 1 ലക്ഷ
നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിത ലക്ഷ്യം ഭഗവാൻ ഈ ഒരു ജീവിതം കൊണ്ട് തന്നെ, ഈ ഒരു ജന്മം കൊണ്ട് തന്നെ ഭൂമിയിലെ പരിപാടി അവസാനിപ്പിക്കുക, അല്ലേ? ഭൂമിയിലെ കലാപരിപാടി അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോവുക, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭഗവാൻ എന്താണ്, എല്ലാവരെയും സത്വഗുണത്തിലേക്ക് ഭഗവാൻ എത്തിക്കട്ടെ. ഈ ഒരു ജന്മം കൊണ്ട് തന്നെ ഭഗവാൻ എല്ലാവരെയും തിരികെ ഭഗവാന്റെ അടുക്കലേക്ക് എത്തിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ.